ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെൻ ഡിവോഷന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു നല്ല നോമ്പുകാലത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ അനുസ്മരണമാണ് ഈ വലിയ നോമ്പുകാലം. നോമ്പ് എല്ലായ്പ്പോഴും പ്രാർത്ഥനയും ദൈവവചന ധ്യാനവുമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ പ്രാർത്ഥനയിൽ കൂടിയും ദൈവവചന ധ്യാനത്തിൽ കൂടിയും നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുമ്പോഴാണ് നോമ്പ് അർത്ഥപൂർണമാകുന്നത്. നോമ്പ് എന്നത് ആളുകൾ തങ്ങളുടെ ആത്മീയ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്ന ഒരു കാലഘട്ടമാണ്. സുവിശേഷങ്ങളും ലേഖനങ്ങളും പ്രാർത്ഥനയും സ്തുതിഗീതങ്ങളും ഇവയെല്ലാം ക്രിസ്ത്യാനിയെ മാനസാന്തരത്തിലൂടെ ആത്മീയമായി സ്വയം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ സുവിശേഷത്തിന്റെ സംഗ്രഹമെന്ന നിലയിൽ തന്റെ ജനങ്ങളോടുള്ള വിളംബരത്തിൽ ആദ്യം പറഞ്ഞ വാക്കാണ് മാനസാന്തരപ്പെടുക. ഒരാൾ തന്റെ പാപത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതിനും അതിനോടുള്ള പശ്ചാത്താപവും ഒടുവിൽ തന്റെ മനോഭാവത്തിലേക്ക് പൂർണ്ണമായ ഒരു മാറ്റം വരുത്താനുള്ള തീരുമാനവുമാണ് മാനസാന്തരത്തിന്റെ ഘട്ടങ്ങൾ. ഈ നോമ്പുകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന സംഭവത്തിന്റെ പ്രകാശത്താൽ നാം ഓരോരുത്തർക്കും ആത്മീയ നിയന്ത്രണത്തിനും പരിശോധനയ്ക്കുമായി വിധേയപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ. കർത്താവായ യേശുക്രിസ്തുവും കനാന്യ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവും തന്റെ ശിഷ്യന്മാരോടൊപ്പം സോർ സീദോൻ എന്നീ അതിരുകളിലേക്ക് പോകും വഴി ഒരു കനാന്യ സ്ത്രീ തന്റെ മകളുടെ രോഗസൗഖ്യത്തിനായി കർത്താവിന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവെ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ അപേക്ഷിക്കുകയാണ്. എന്നാൽ കർത്താവ് ഒരു വാക്കുപോലും മറുപടിയായി പറയാതെ മുന്നോട്ട് മൗനമായി നീങ്ങി. ഇത് കണ്ടിട്ട് ശിഷ്യന്മാർ അവളെ ഒരു ശല്യം എന്നോണം കണ്ടുകൊണ്ട് ഇവളെ പറഞ്ഞയക്കണമെന്ന് കർത്താവിനോട് പറയുന്നുണ്ട്. കർത്താവായ ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്: ഇസ്രായേൽ ഗൃഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടും ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവൾ കർത്താവിനോട് വീണ്ടും നമസ്കരിച്ച് അപേക്ഷിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവളെ ഒന്ന് പരീക്ഷിപ്പിക്കത്തക്ക വിധം അവളോട് പറയുന്നുണ്ട്: മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. ഇത്രയൊക്കെ അപമാന്യതയായിട്ടും തന്റെ കർത്താവിനോടുള്ള വിശ്വാസം അവൾ ഒട്ടും കൈവിട്ടിരുന്നില്ല. തന്റെ കർത്താവിന് മാത്രമേ തന്റെ മകളുടെ രോഗം സൗഖ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ സ്ത്രീ ഒട്ടും പിന്മാറാതെ ഇപ്രകാരം മറുപടി പറയുന്നുണ്ട്: അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഈ കനാന്യ സ്ത്രീ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മാറ്റിവെച്ച ദൈവകൃപയല്ല, മറിച്ച് അതിൽ നിന്നും ബാക്കി വരുന്ന ഇച്ചിരിയെങ്കിലും മിച്ചം വരുന്ന ഒരു അംശം മാത്രമാണ് അവൾ ആവശ്യപ്പെടുന്നത്. ആ ബാക്കി വരുന്ന ദൈവകൃപയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായാണ് ഈ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. യേശു അവളുടെ വിശ്വാസം വിലയേറിയത് എന്ന് എണ്ണിക്കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഭവിക്കട്ടെ എന്ന് അവളോട് പറയുന്നുണ്ട്. അവൾ അപേക്ഷിച്ചിലും അധികം സന്തോഷം അവളുടെ ജീവിതത്തിൽ തേടിയെത്തി. അവളുടെ മകൾക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തു മൗനമായി നിശബ്ദനായി ഇരുന്നെന്ന് വരാം. നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉടനടി മറുപടി നൽകാതെയിരിക്കാം. എന്നാൽ വേദപുസ്തകത്തിലെ പല സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ മൗനം ഒരു അവഗണനയായിട്ടല്ല, മറിച്ച് അവൻ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനും ഉചിതമായ സമയത്ത് നമുക്ക് അനുഗ്രഹം നൽകുവാനുള്ള പദ്ധതിയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും മൗനമായി നിശബ്ദതയോടെ കാത്തിരിക്കുവാനാണ് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത്. ബഹളങ്ങളുടെ നടുവിലല്ല നാം കർത്താവിനെ അന്വേഷിക്കേണ്ടത്. ശാന്തമായിരുന്ന് അവനെ അന്വേഷിക്കുവാൻ, അവന്റെ വാക്കുകളെ കേൾക്കുവാൻ, അത് അനുസരിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് ഇടയാകണം. കാനാൻകാരിയായ സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസത്തോടെ അവനെ അന്വേഷിക്കുവാനും അവനെ കണ്ടെത്തുവാനും അതുപോലെ തന്നെ അവനോട് യാചിപ്പാനുമായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് ഒരിക്കൽ മറുപടി നൽകിയില്ല എന്ന് വെച്ച് നിരാശരാകാതെ ക്ഷമയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കാൻ ഈ നല്ല നോമ്പുകാലം നമ്മളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.